വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മിസ്റ്റർ ഷെൻ എന്ന പേരിൽ ഷിയാക്യു വേഷം മാറി തോഴിയോടൊപ്പം പുറത്തിറങ്ങുന്നു. പത്രം വിറ്റിരുന്ന കുട്ടിയിൽ നിന്നും ഒരെണ്ണം വാങ്ങി. ഗിൻഹങ്ങും ബ്രദർ ഹായും പരസ്പരം മീറ്റ് ചെയ്ത ഒരു ഹോട്ടൽ ഓർമ്മയില്ലേ? അവിടേക്ക് മിസ്റ്റർ ഷെൻ എന്ന പേരിൽ ഷിയാക്യു പോയി ഷിയാമയുടെ സഹോദരിയെ കാണുന്നു. ഗോൾഡ് ബാസ് കൊടുത്ത് പറഞ്ഞു വിടാൻ നോക്കുന്നു അവളെ. പണ്ട് ഇരുവരെയും രക്ഷിച്ചതും സഹായിച്ചതുമെല്ലാം മിസ്റ്റർ ഷെൻ എന്ന പേരിൽ ഷിയാക്യു ആണെന്ന് സംസാരത്തിൽ നിന്നും വ്യക്തം. ഇതേ സമയം തൻ്റെ മരുമകളെ കുത്തിയ ഷിയാമയെ സഹായിക്കുന്ന മിസ്റ്റർ ഷെന്നിനെ കുറിച്ച് അന്വേഷിക്കുകയാണ് മാസ്റ്റർ യിൻ. ഓർഫനേജിൽ ഷിയാവയോടൊപ്പമാണ് വാൻ വാൻ വന്നിരുന്നത്. സത്യങ്ങളെല്ലാം അറിയാമായിരുന്ന ഡയറക്ടർ മരിച്ചുപോയിരുന്നു. എന്നാൽ അയാളുടെ മകൻ ടാങ്സൺ ചില കഥകളൊക്കെ അറിയാമായിരുന്നു. ആ ദൃഷ്ടിയിൽ തന്നെ വാൻ വാനെ അവന് ഇഷ്ടമാകുന്നു. അവൻ പഠിപ്പിച്ചിരുന്ന കുട്ടികൾക്കെല്ലാം അവൾ ലോലിപോപ്പ് വാങ്ങിക്കൊടുത്തു. അവനെ ഒറ്റയ്ക്ക് വരുത്തി ഷിയാവുവിനെ പോലും പുറത്താക്കി അവൾ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. സെങ്കാവു സുഖമില്ലാത്ത കുട്ടിയാണ്. അവനെ കൂട്ടായി അവനെ അനുസരിക്കുന്ന ഒരു പെൺകുട്ടിയെയാണ് മാസ്റ്റർ യിൻ ദത്തെടുക്കാൻ വന്നത്. ഡയറക്ടർ പറഞ്ഞത് വാൻ വാനെ ആയിരുന്നു. എന്നാൽ ഷിയാക്യു വന്ന് അവളെ ദത്തെടുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. യഥാർത്ഥത്തിൽ അവൾ സഹോദരിയെ രക്ഷിക്കുകയാണോ ചെയ്തത്? പാരിതോഷികമായി നാണയങ്ങളും ഓർഫനേജിന് ലഭിച്ചിരുന്നു. അന്നത്തെ ഓർഫനേജിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അത് വലിയ സഹായം തന്നെയായിരുന്നു. എന്നാൽ ദത്തെടുത്ത വിവരം പുറം ലോകം അറിയരുതെന്ന നിബന്ധനയുണ്ടായിരുന്നു. എന്തെങ്കിലും സുന്ദരിയും കാര്യപ്രാപ്തിയുമുള്ള ഒരു വ്യക്തി വന്നാൽ ഈ കഥ അവരോട് പറയണമെന്ന് ഏൽപ്പിച്ചാണ് ഡയറക്ടർ മരിച്ചതെന്ന് ടാങ്സൺ വാൻ വാനെ അറിയിക്കുന്നു. യിൻ ഫാമിലി ഭക്ഷണം കഴിക്കുന്ന സമയത്തുണ്ടായ ഷിയാക്യുവിൻ്റെ സംസാരം ഇഷ്ടപ്പെടാത്ത സെങ്കാവോ അവളെ ഉപദ്രവിക്കുന്നു. യിൻഹെങ്ങിനെ ഷിയാക്യുവിനു ഇഷ്ടമാണെന്ന് കരുതി അതിൻ്റെ പേരിൽ അവൻ പ്രശ്നമുണ്ടാക്കുന്നു. യിൻഹെങ് ഷിയാക്യുവിന് കൊണ്ടുകൊടുത്തതെല്ലാം അവൻ കത്തിച്ചു കളയുന്നു. അവൻ ഷിയാക്യുവിനെ വീണ്ടും ഉപദ്രവിക്കുന്ന സീനിൽ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്നറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രാമ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ.